السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله الحمد لله الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بكلمات الله التامة من كل شيطان وهامة ومن كل عين لامة ولا حول ولا قوة إلا بالله العلي العظيم. ബഹുമാനരായ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, പരിശുദ്ധ ഖുർആനിലെ 137ാമത്തെ പേജാണ് ഇന്ന് നമുക്ക് റൈഹാൻ ഖുർആൻ ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. അള്ളാഹു നമ്മുടെ ക്ലാസ് സ്വാലിഹായ അമലായി കബൂൽ ചെയ്യട്ടെ. നമ്മൾ ദുആ ചെയ്യാൻ കടപ്പെട്ട എല്ലാവർക്കും, പ്രത്യേകിച്ച് നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദന്മാർ, മുഫസ്സിരീങ്ങൾ, പണ്ഡിതന്മാർ, ഭക്ഷണത്തോടെ സഹായിച്ചവർ, സഹകരിച്ചവർ, ഈ ക്ലാസ് കേൾക്കുന്നവർ, പിന്നീട് റെഫർ ചെയ്യുന്നവർ, ഇതിനോട് അധ്വാനിക്കുന്നവർ, എല്ലാവർക്കും അള്ളാഹു തആല രണ്ട് ലോകത്തും ഖൈർ പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മൾ ആദ്യമായി 137ാമത്തെ പേജിന്റെ പാരായണമാണ് നിർവഹിക്കുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഇദ് ഖാല ഇബ്രാഹീമു ലിഅബീഹി ആദറ അതത്തഖിദു അസ്നാമൻ ആലിഹതൻ ഇന്നി അറാക വഖൗമക ഫീ ളലാലിൻ മുബീൻ. وكذلك نري إبراهيم ملكوت السماوات والأرض وليكون من الموقنين. فلما جن عليه الليل رأى كوكبا قال هذا ربي فلما أفل قال لا أحب الآفلين. فلما رأى القمر بازغا قال هذا ربي فلما أفل قال لئن لم يهدني ربي لأكونن من القوم الضالين. فلما رأى الشمس بازغة قال هذا ربي هذا أكبر. فلما أفلت قال يا قوم إني بريء مما تشركون. إني وجهت وجهي للذي فطر السماوات والأرض حنيفا وما أنا من المشركين. وحاجه قومه قال أتحاجوني بالله وقد هدان ولا أخاف ما تشركون به إلا أن يشاء ربي شيئا وسع ربي كل شيء علما أفلا تتذكرون. وكيف أخاف ما أشركتم ولا تخافون أنكم أشركتم بالله ما لم ينزل به عليكم سلطانا فأي الفريقين أحق بالأمن إن كنتم تعلمون. صدق الله العلي العظيم. സൂറത്തുൽ അൻആമിലെ 74 മുതൽ 81 വരെയുള്ള 8 ആയത്തുകളാണ് നമ്മൾ ഓതി വെച്ചത്. പരിശുദ്ധ ഖുർആനിലെ 7ാമത്തെ ജുസ്ഇലെ 137ാമത്തെ പേജ്. ഇനി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആശ്വസിപ്പിക്കാൻ ഒരുങ്ങുകയാണ് അല്ലാഹു തആല. സ്വന്തം വല്ലിപ്പയായ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം പറഞ്ഞു കൊടുത്തുകൊണ്ട് ആശ്വസിപ്പിക്കുക. എങ്ങനെയാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ബിംബാരാധകരെ നേരിട്ടത് എന്ന് പറയുന്നുണ്ട്. അള്ളാഹുവിന്റെ തൗഹീദിനുള്ള തെളിവുകൾ നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞു കഴിഞ്ഞു. ബിംബാരാധന അടിസ്ഥാനരഹിതമാണ് എന്നതിനുള്ള തെളിവുകളും പറഞ്ഞു. അടിസ്ഥാനപരമായ ആ തൗഹീദും അടിസ്ഥാനരഹിതമായ ആ ശിർക്കും, ഈ ശിർക്കിന്റെ അപകടമാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ലോകത്ത് പഠിപ്പിച്ചത്. തൗഹീദിലേക്ക് ആളുകളെ ക്ഷണിക്കുകയുമാണ് ചെയ്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തുണ്ടായിരുന്ന പ്രധാനപ്പെട്ട ശത്രു വിഭാഗങ്ങൾ ആരാണ്? മുശ്രിക്കീങ്ങളും ജൂതന്മാരും ക്രിസ്ത്യാനികളും അല്ലേ? ഇവര് ഈ 3 വിഭാഗവും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ ആദരിക്കുന്നവരാണ്, അംഗീകരിക്കുന്നവരാണ്. എല്ലാവരും ഇബ്രാഹിം നബി ഞങ്ങളുടെ ആളാണ് എന്ന് പറയുന്നുണ്ട് അലൈഹിസ്സലാം. സൂറത്തുൽ ബഖറയും മറ്റുമൊക്കെ പഠിച്ചപ്പോൾ ഈ വിഷയം നമ്മൾ വിശദമായി പറഞ്ഞിട്ടുമുണ്ട്. അറബികളുടെ കുലപിതാവ് എന്നറിയപ്പെടുന്ന മഹാനായ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന്റെ പിതാവാണ് ആര്? ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം. ക്രിസ്ത്യാനികളും ജൂതന്മാരുമാവട്ടെ, അവർ ബനു ഇസ്രായേലുകാരാണല്ലോ. അവർ ബനു ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ ഇവർ ഈ രണ്ട് വിഭാഗം അതിൽ പറയും. യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ മക്കൾ എന്നർത്ഥം. അതില് ഇസ്രായേലുകാര് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ മറ്റൊരു മകനായ ഇസ്ഹാഖ് നബി അലൈഹി ഇസ്ലാമിന്റെ മകന്റെ മക്കളാണ്.
അല്ല, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ വേറൊരു മകൻ, നേരത്തെ നമ്മൾ പറഞ്ഞു ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാം, ആ വഴിയിലാണ് അറബികൾ വന്നത്. അതേപോലെ തന്നെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് വേറൊരു മകനുണ്ട്, ഇസ്ഹാഖ് നബി അലൈഹി ഇസ്ലാം. ആ ഇസ്ഹാഖ് നബി അലൈഹി ഇസ്ലാമിന്റെ മകന്റെ മക്കളാണ് ആര്? ബനു ഇസ്രായേലുകാർ, യഹൂദികളും ക്രിസ്ത്യാനികളും. അതായത് ഇസ്ഹാഖ് നബി അലൈഹി ഇസ്ലാമിന്റെ മകനായ യാക്കൂബ് നബി അലൈഹി ഇസ്ലാം മക്കൾ. ബനു ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ ഇസ്രായേലിന്റെ സന്തതികൾ. ഇസ്രായേൽ എന്നത് യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ പേരാണ് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, അല്ലേ? അപ്പോ എല്ലാവർക്കും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ കാര്യമാണ് എല്ലാവരും അംഗീകരിക്കുന്ന, ആദരിക്കുന്ന, ഞങ്ങളാളാന്ന് പറയുന്ന വിഭാഗമാണ്. ആ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം എന്താണ് തൗഹീദ് സംബന്ധമായി, ശിർക്ക് സംബന്ധമായി നിലപാടെടുത്തത് എന്നാണ് അള്ളാഹു തആല ഇനി പറയാൻ പോകുന്നത്. അത് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആശ്വസിപ്പിക്കുക കൂടിയാണ് ചെയ്യുന്നത്. ഇങ്ങനെയൊക്കെ പല ആളുകളും നേരിടേണ്ടി വന്നിട്ടുണ്ട് പ്രയാസങ്ങൾ. ഇങ്ങനെയൊക്കെയാണ് മുൻകഴിഞ്ഞ പ്രവാചകന്മാർ ദഅവത്ത് നടത്തിയത് എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നത്. നോക്കാം നമുക്ക് 74-ാമത്തെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഇദ് ഖാല ഇബ്രാഹീം ലിഅബീഹി ആസറ തത്തഖിദു അസ്നാമൻ ആലിഹ ഇന്നി അറാക വഖൗമക ഫീ ളലാലിൻ മുബീൻ. വഇദ് ഖാല ഇബ്രാഹീം, ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞ സന്ദർഭം സ്മരണീയമാണ്. ആ സന്ദർഭം നിങ്ങൾ ഓർക്കണം. ലിഅബീഹി, തന്റെ പിതാവിനോട്. വിശദീകരിക്കാം ഇൻഷാ അല്ലാഹ്. ആസർ എന്ന തന്റെ പിതാവിനോട് പറഞ്ഞ സന്ദർഭം സ്മരണീയമാണ്. എന്താ പറഞ്ഞത്? എന്താ ചോദിച്ചത്? അതത്തഖിദു അസ്നാമൻ ആലിഹ, ബിംബങ്ങളെയാണോ നിങ്ങൾ ഇലാഹുകളാക്കി വരിച്ചിരിക്കുന്നത്? അതത്തഖിദു, നിങ്ങൾ സ്വീകരിച്ചിരിക്കുകയാണോ? അസ്നാമൻ, ബിംബങ്ങളെ, ആലിഹത്തൻ, ആരാധ്യരായിട്ട്. ഇന്നി, നിശ്ചയം ഞാൻ, അറാക്ക, നിങ്ങളെ കാണുന്നു, വഖൗമക, നിങ്ങളുടെ ഖൗമിനെയും, വലാലിൻ മുബീൻ, വ്യക്തമായ ദുർമാർഗത്തിൽ തന്നെയാണ് എന്ന്. നിങ്ങളും നിങ്ങളുടെ ഖൗമും വ്യക്തമായ ദുർമാർഗത്തിൽ തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ കാണുന്നത് അങ്ങനെയാണ്. ഈ ബിംബങ്ങളെയാണോ നിങ്ങൾ ആരാധ്യരാക്കി വെച്ചിട്ടുള്ളത്? വഇദ് ഖാല ഇബ്രാഹീം ലിഅബീഹി ആസർ. ആസർ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ പിതാവാണോ? ഇവിടെ അബു എന്നാണ് പ്രയോഗിച്ചത്, അല്ലേ? അല്ല എന്നാണ് പ്രമുഖരായ മുഫസ്സിരീങ്ങൾ പറയുന്നത്. പ്രബലമായ അഭിപ്രായവും അതാണ്. പറയുന്ന അഭിപ്രായങ്ങളുണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ നേരെ പിതാവിന്റെ പേര് താറഹ് എന്നായിരുന്നു. താറഹ് എന്നും ഹായിന് പുള്ളി ഇട്ടിട്ടും പുള്ളിയില്ലാതെയും രണ്ട് റിപ്പോർട്ടുകളുണ്ട്. ബൈബിളിലും അങ്ങനെയാണ് മഹാനവർ പിതാവിന്റെ പേര് കാണുന്നത്, താറഹ് എന്നാണ്. ആസർ പിന്നെ ആരാ? ആസർ എളാപ്പയായിരുന്നു എന്നാണ് ബഹുഭൂരിഭാഗം പ്രമുഖ ഖുർആൻ വ്യാഖ്യാതാക്കളും പറയുന്നത്. എളാപ്പയായിരുന്നു. ആസർ എന്ന ഈ എളാപ്പ വിഗ്രഹാരാധകനായിരുന്നു എന്ന് മാത്രമല്ല, ക്ഷേത്രത്തിലെ വലിയ പൂജാരിയായിരുന്നു, വിഗ്രഹങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തിരുന്നു എന്നാണ് ചിലപ്പോൾ. പിതാവ് താറഹിന് 3 മക്കളുണ്ടായിരുന്നു. ഇബ്രാഹിം നബി അലൈഹി സ്വലാം വാപ്പാക്ക് 3 മക്കൾ. 1 ഇബ്രാഹിം നബി അലൈഹി സ്വലാം, 2 ഹാറാൻ, 3 നാഹൂർ. ഇബ്രാഹിം, ഹാറാൻ, നാഹൂർ. ഇതില് രണ്ടാമത് പറഞ്ഞ ഹാറാൻ എന്നവരാണ് ലൂത്ത് നബി അലൈഹി സ്വലാമിന്റെ വാപ്പ. കുറെ കാലം മഹാനവറുകൾ ലൂത്ത് നബി അലൈഹി സ്വലാം ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ കൂടെ തന്നെ ദഅവത്ത് നടത്തിയിരുന്നു, കുടുംബക്കാരനാണല്ലോ. പിന്നെ അതിനുശേഷം മഹാനവറുകൾ സദൂം മേഖലയിലേക്ക് പ്രവാചകനായി നിയമിക്കപ്പെടുകയാണ് ചെയ്തത്. ആസർ പിതാവാകാൻ വഴിയില്ല എന്ന് പറയാൻ കാരണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരമ്പരയിൽ ബിംബാരാധകർ വരാൻ പാടില്ല എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരമ്പര ചെന്നെത്തുന്ന വല്ലിപ്പ ഇബ്രാഹിം നബി അലൈഹി സ്വലാം, അങ്ങനെയാണ് വരിക. അതിനു മുമ്പേ വളരെ സവിശേഷമായ പരിശുദ്ധരായ ആളുകളിലൂടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹു തആല അങ്ങനെ മാറ്റി കൊണ്ടുവന്ന് അവസാനം ആമിന ബിബി റളിയല്ലാഹു അൻഹയിലേക്ക് ഗർഭത്തിലേക്ക് നിക്ഷേപിച്ചത് അബ്ദുള്ള എന്നവരിലൂടെ. ആ ഒരു പരമ്പരയിൽ ബിംബാരാധകൻ ഉണ്ടാവാൻ വഴിയില്ല, പാടില്ല. അതുകൊണ്ടാണ് നമ്മൾ ആസർ എളാപ്പയാണ് എന്ന് പറയുന്നത്. പിന്നെ അബു എന്നതിന്റെ അർത്ഥം എന്താ നമുക്ക് ശേഷം പറയാം. അബു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? നമ്മളിപ്പോ ഈ പറഞ്ഞ ആസർ ബിംബാരാധകനായിരുന്നു, മാത്രമല്ല നേരത്തെ പറഞ്ഞ പോലെ ബിംബങ്ങളെ ഉണ്ടാക്കുന്ന ആളെ കൂടിയായിരുന്നു. അപ്പൊ എന്തായാലും ആ പരമ്പരയിൽ ഉണ്ടാകാൻ പാടില്ലല്ലോ. പിന്നെ ഇവിടെ അലി അബീഹി എന്ന് അബു എന്ന് പറയാനുള്ള കാരണം, അറബി ഭാഷയിൽ അബു എന്ന പദത്തിന് ബാപ്പ എന്ന അർത്ഥം മാത്രമല്ലത്, അമ്മ എന്ന അർത്ഥത്തിന് ഉപയോഗിക്കും. അതായത് ബാപ്പാന്റെ സഹോദരൻ, എളാപ്പ എന്ന അർത്ഥത്തിന് ഉപയോഗിക്കും. പരിശുദ്ധ ഖുർആനിൽ തന്നെ ഇതേ പദം എളാപ്പ എന്ന അർത്ഥത്തിന് ഉപയോഗിച്ചിട്ടുണ്ട്, ഹദീസിലുമുണ്ട്. അത് അറബി ഭാഷയുടെ പ്രത്യേകതയാണ്. അബ് എന്നത് അമ്മിന് ഉപയോഗിക്കും.
സൂറത്തുൽ ബഖറയിലെ 133-ാമത്തെ ആയത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അം കുൻതും ശുഹദാഅ ഇദ് ഹദറ യഅഖൂബൽ മൗത് ഇദ് ഖാല ലിബനീഹി മാ തഅബുദൂന മിൻ ബഅദി ഖാലൂ നഅബ്ദു ഇലാഹക വഇലാഹ ആബാഇക ഇബ്രാഹിം വഇസ്മാഈല വഇസ്ഹാഖ ഇലാഹൻ വാഹിദൻ വനഹ്നു ലഹു മുസ്ലിമൂൻ. യാക്കൂബ് നബി അലൈഹി സ്വലാമിന് മരണമാസന്നമായപ്പോ മക്കളൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് ഇനി നിങ്ങൾ ആർക്കാണ് ഇബാദത്ത് ചെയ്യുക, ഏത് ഇലാഹിനെയാണ് നിങ്ങൾ ആരാധിക്കാൻ ചോദിച്ചപ്പോ മക്കൾ പറഞ്ഞ മറുപടിയിലാണ് നമ്മുടെ അബ് എന്ന പ്രയോഗമുള്ളത്. അവർ പറഞ്ഞ എന്താ? നഅബ്ദു ഇലാഹക വ ഇലാഹ ആബാഇക ഇബ്രാഹിം വ ഇസ്മാഈല വ ഇസ്ഹാഖ്. നിങ്ങളുടെ ആബായ ഇബ്രാഹിമിന്റെയും ഇസ്മായിലിന്റെയും ഇസ്ഹാഖിന്റെയും അലൈഹിസ്സലാം അവരുടെ ഇലാഹിനെ ഞങ്ങൾ ആരാധിക്കുക. നിങ്ങൾ ബേജാറാവണ്ട, ഞങ്ങൾ നിങ്ങൾ ആരാധിച്ച നിങ്ങളുടെ പ്രപിതാക്കന്മാർ ആരാധിച്ച് മാത്രമേ ഞങ്ങൾ ആരാധിക്കുകയുള്ളൂ. ഇവിടെ നമ്മൾ മനസ്സിലാക്കുക, ഇസ്മായിൽ നബി അലൈഹി സ്വലാം ഒരിക്കലും യാക്കൂബ് നബി അലൈഹി സ്വലാമിന്റെ നേരെ ആപ്പല്ലല്ലോ. ആണോ? നേരെ വാപ്പല്ലല്ലോ. ഇസ്മായിൽ നബി അലൈഹി സ്വലാമിന്റെ ബാപ്പ ഇബ്രാഹിം നബി അലൈഹി സ്വലാമാണ്. അപ്പോ ഇവിടെ ഇസ്മായിൽ നബി അലൈഹി സ്വലാമിനെ കുറിച്ച് അബു എന്ന് പ്രയോഗിച്ചത് ആബായിക്ക എന്നതിൽ ഇസ്മായിൽ നബി അലൈഹി സ്വലാം എണ്ണി. ആ ഇസ്മായിൽ അലൈഹി സ്വലാമിനെ കുറിച്ച് അബു എന്ന് പ്രയോഗിച്ചത് ഉമൂമത്തിന്റെ ഉബൂവത്താണ്. എന്ന് പറഞ്ഞാൽ എളാപ്പ എന്നുള്ള നിലക്ക് അബു എന്ന് പ്രയോഗിച്ചതാണ്. കാരണം യാക്കൂബ് എന്നവർ ഇസ്ഹാഖ് എന്നവരുടെ മകനാണ് അലൈഹിസ്സലാം. ഇസ്ഹാഖ് നബിയോ ഇസ്മായിൽ നബിയുടെ സഹോദരനാണ് അലൈഹിസ്സലാം. അപ്പോ ഇസ്മായിൽ അലൈഹിസ്സലാമിനെ ബാപ്പ എന്ന് പറഞ്ഞത് എളാപ്പ എന്ന അർത്ഥത്തിനാണ് എന്നർത്ഥം. അപ്പൊ അറബിയിൽ അത് പ്രയോഗിക്കാറുണ്ട്. ഹദീസുകളിലും ആ പ്രയോഗം വന്നിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ പിതൃവ്യനായ അമ്മായ അബ്ബാസ് എന്നിവരെ ഒരിക്കൽ അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോ പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താണെന്നറിയോ? റുദ്ദു അലയ്യ അബി, എന്റെ അഭിനങ്ങോട്ട് മടക്കിത്തരീൻ എന്നാ പറഞ്ഞത്. ഉദ്ദേശിച്ചത് അമ്മായ അബ്ബാസ് എന്നിവരെയാണ് റളിയല്ലാഹു അൻഹു. അപ്പോ അബു എന്നത് അമ്മ എന്ന് പ്രയോഗിക്കുന്നതാണ്. മനസ്സിലായല്ലേ? വൈദ ഇബ്രാഹിം അബീഹി ആദർ. അപ്പൊ എന്താർത്ഥം? ഇബ്രാഹിം നബി അലൈഹി സ്വലാം എളാപ്പയായ ആദറിനോട് പറഞ്ഞ സന്ദർഭം അങ്ങനെയാണ് അവിടെ ആയത്തിന്റെ ആശയം. ഇബ്രാഹിം നബി അലൈഹി സ്വലാം അവിടുത്തെ മനസ്സിൽ തൗഹീദിന്റെ വെളിച്ചം പരന്നതോടെ ബഹുദൈവാരാധനയോടുള്ള വെറുപ്പ് കൂടിക്കൂടി വന്നു എന്ന്. ആ ഒരു വെറുപ്പ് സ്വന്തം വീട്ടുകാരുടെ മുമ്പിൽ തന്നെയാണ് ആദ്യമായി പ്രകടിപ്പിക്കുകയും ചെയ്തത്. നിങ്ങൾ വിഗ്രഹങ്ങൾക്ക് മുമ്പിൽ വചനമിരിക്കുന്നോ? എന്താണ് അതിന്റെ ആവശ്യം? എന്ത് നേട്ടമാണ് നിങ്ങൾക്ക് അതുകൊണ്ട് ലഭിക്കാനുള്ളത് എന്നാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം എളാപ്പാനോട് ചോദിക്കുന്നത്. ഈ ചോദ്യവും ഉത്തരമൊക്കെ വിശുദ്ധ ഖുർആനിൽ തന്നെ സൂറത്തുൽ അംബിയായിൽ ഒന്നുകൂടെ വിശദമായി വരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് അവിടെ അത് പഠിക്കാം. നമ്മൾ അടുത്ത ആയത്തിലേക്ക് കടക്കുന്ന 75-ാമത്തെ ആയത്തിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ആസറിനെ ബിംബങ്ങൾ ആരാധിക്കുന്നതിലുള്ള അനൗചിത്യം മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിക്കുകയാണ്. കഴിഞ്ഞ ആയത്തിൽ നമ്മൾ പറഞ്ഞതുപോലെ ബിംബാരാധന സാർവത്രികമായ ഒരു നാടായിരുന്നു അത്, സാർവത്രികമായ ഒരു വീടായിരുന്നു അത്. ആ നാട്ടിലും വീട്ടിലും ജനിച്ചു വളർന്ന മഹാനവറുകൾ അത് ശിർക്കാണെന്നും ദുർമാർഗമാണെന്നും തിരിച്ചറിഞ്ഞ് അതിനെതിരെ പ്രതികരിച്ചു. അതിനുള്ള തന്റെ ഇടം കാണിച്ചു. അത്രമാത്രം തന്റെ ഇടവും ബോധവും വിജ്ഞാനവും ഒക്കെ അള്ളാഹു അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട്. അതാണ് ഇനി പറയുന്നത്. അങ്ങനെ പരമവും യുക്തിയാധിഷ്ഠിതവുമായ സത്യം ഇബ്രാഹിം നബി അലൈഹി സ്വലാം അള്ളാഹു തആല എങ്ങനെ മനസ്സിലാക്കി കൊടുത്തോ അതേപോലെ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളും മഹാനവറുകൾക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് സൂറത്തു ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന 75-ാമത്തെ ആയത്ത് പറയുന്നു. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് കൂടുതൽ ദൃഢത നേടാനാണ് നാം ഇങ്ങനെ ആകാശഭൂമികളിലെ പ്രപഞ്ചങ്ങളെ പ്രതിഭാസങ്ങളെ കാണിച്ചു കൊടുത്തത് എന്നും ഈ ആയത്തിന്റെ അവസാനം പറയുന്നുണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ വിശ്വാസം സാധാരണ പോലെയുള്ളൊരു വിശ്വാസമായിരുന്നില്ല എന്ന് മനസ്സിലാക്കണം. ഒരു കാരണവശാലും പതറിപ്പോവാത്ത, ഒരു തരത്തിലുള്ള ബലക്ഷയം നേരിടാത്ത, കോട്ടം പറ്റാത്ത കറകളഞ്ഞ വിശ്വാസം. അതല്ലേ തീരക്കെട്ട പൊന്നു എപ്പോഴി എന്ന് പറഞ്ഞത്. അതാ ഈമാന്റെ ഊക്കല്ലേ. ആയത്ത് നോക്കാം. 75-ാമത്തെ ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വകദാലിക നുരി ഇബ്രാഹിമ മലകൂത സമാവാതി വൽ അർളി വലിയകൂന മിനൽ മൂഖിനീൻ. വകദാലിക അപ്രകാരം, അങ്ങനെ, നുരി നമ്മൾ കാണിച്ചു കൊടുത്തു, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് മലകൂത സമാവാതി വൽ അർളി ആകാശഭൂമികളുടെ ആ മഹത്തായ ആധിപത്യം. ഞാൻ പ്രപഞ്ചത്തിന്റെ ആധിപത്യം എന്നർത്ഥം, അദൃശ്യാധിപത്യം.
പ്രപഞ്ചത്തിന്റെ ആധിപത്യം നാം മഹാനവർക്ക് കാണിച്ചു കൊടുത്തു, അല്ലെങ്കിൽ കാണിച്ചു കൊടുക്കും. എന്തിനാണത്? വലിയക്കൂന മിനൽ മൂഖിനീൻ, അദ്ദേഹം അതിൽ നിന്ന് തൗഹീദ് ഗ്രഹിക്കുവാനും ദൃഢവിശ്വാസികളിൽപ്പെട്ട ആളായിരിക്കാനും വേണ്ടി. വലിയക്കൂന, മഹാനവറുകൾ ആയിരിക്കാൻ വേണ്ടി, മിനൽ മൂഖീന, ദൃഢവിശ്വാസികളിൽപ്പെട്ട ഉറച്ച വിശ്വാസമുള്ള ആളുകളിൽപ്പെട്ടവരായിരിക്കാൻ വേണ്ടിയാണ് നാം ഇങ്ങനെ മലക്കൂത്ത് സമാവാത്തുൽ അർള്, പ്രപഞ്ചത്തിന്റെ ആധിപത്യം മഹാനവറുകൾക്ക് മുഴുവനായും കാണിച്ചു കൊടുത്തത്. അതുപോലെ എന്ന് പറഞ്ഞാൽ വകദാലിക, അതുപോലെ എന്ന് പറഞ്ഞാൽ ബിംബങ്ങളെ ആരാധിക്കുന്നതിൽ അനൗചിത്യം മനസ്സിലാക്കി അത് ശരിക്കും വ്യക്തമാക്കി കൊടുത്തതുപോലെ, അല്ലെങ്കിൽ അത് സ്വന്തം വീട്ടുകാരോട് പോലും വ്യക്തമാക്കി കൊടുക്കാൻ തന്റെ ഇടവും ബോധവും വിജ്ഞാനവും ഒക്കെ അല്ലാഹു കൊടുത്തതുപോലെ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളും കാണിച്ചു കൊടുക്കും. മലക്കൂത്ത് എന്ന് പറഞ്ഞാൽ ആധിപത്യം എന്ന് നമുക്ക് അർത്ഥം പറയാം. പ്രപഞ്ചത്തിലെ എല്ലാം രഹസ്യങ്ങൾ, പ്രപഞ്ചത്തിലെ പ്രതിഭാസങ്ങൾ അതൊക്കെ അല്ലാഹു കാണിച്ചു കൊടുക്കും. മഹാനായ മുഫസ്സിർ ഇമാം മുജാഹിദ് റളിയല്ലാഹു അൻഹു ഇവിടെ പറയുന്നത്, ആകാശങ്ങളും ഭൂമിയും പ്രപഞ്ചം ഒന്നാകെയും മഹാനവർക്ക് തുറന്നു കൊടുക്കപ്പെട്ടിട്ടുണ്ട്. സ്വന്തം കണ്ണുകൊണ്ട് അദ്ദേഹം ഉപര്യാദൃശ്യ ലോകവും ഒക്കെ കണ്ടിട്ടുണ്ട് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുഫസ്സിരീങ്ങൾ ഇങ്ങനെ വിശദമായി ഈ ഭാഗം വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അതാണ് വകദാലിക നുരീ ഇബ്രാഹീമ മലക്കൂത്ത് സമാവാതി വൽ അർദ്. നമ്മൾ ഇനി അടുത്ത ആയത്തിലേക്ക് കടക്കുകയാണ്. 76 മുതൽ 78 വരെയുള്ള ആയത്ത്. ഇനി പറയുന്നത് ഒരു സംവാദത്തെക്കുറിച്ചാണ്. ബഹുദൈവാരാധനയിലും അതേപോലെ ഒരു നക്ഷത്രങ്ങൾ, സൂര്യൻ തുടങ്ങിയവയൊക്കെ ആരാധിക്കുന്നതിനുമൊക്കെ അടിയുറച്ചു പോയിരുന്ന ഒരു ജനവിഭാഗം. ആ ജനവിഭാഗത്തെയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം നേരിടാനുണ്ടായിരുന്നത്. ആ ജനങ്ങളെയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം പ്രബോധനം ചെയ്യുന്നത്. അവരോട് വളരെ ഹിക്മത്തോടുകൂടി ബോധപൂർവം നടത്തിയ ഒരു സംവാദത്തെക്കുറിച്ചാണ് ഇനി അല്ലാഹു തആല പറയുന്നത്. സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഒക്കെ ആരാധ്യ വസ്തുക്കൾ അല്ല എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തണം. അത് കേവലം അള്ളാഹുവിന്റെ സൃഷ്ടികൾ മാത്രമാണെന്ന് ബോധ്യപ്പെടുത്തണം. അതിന് ഹിക്മത്ത് പ്രയോഗിക്കാം, അങ്ങനെ അവർ ചിന്തിപ്പിക്കാം. ഇതാണ് മഹാനവറുകൾ കണക്കൂട്ടിയത്. അങ്ങനെ ഒരു ദിവസം ഒരു രാത്രി ആളുകളെ കണ്ട് ആകാശത്ത് ഒരു നക്ഷത്രം ഉദിക്കുന്നു. നക്ഷത്രം ഉദിച്ചു കണ്ടപ്പോ ഇബ്രാഹിം നബി അലൈഹി സ്വലാം വിളിച്ചു പറഞ്ഞു, ഇതാണ് എന്റെ റബ്ബ്, ഇതാ ഉദിച്ചിരിക്കുന്നു, ഇതെന്റെ റബ്ബാണ്. ആളുകളൊക്കെ ഇത് കേട്ടു. നക്ഷത്രത്തെ ആരാധിച്ചു വന്നിരുന്ന ആൾക്ക് വലിയ സന്തോഷമായി. ഇബ്രാഹിം നമ്മളെ കൂടെ കൂടിയോ അലൈഹിസ്സലാം. എല്ലാവർക്കും ഭയങ്കര സന്തോഷം. കുറെ നേരം നക്ഷത്രം നല്ല ശോഭയോടെ അങ്ങനെ തിളങ്ങി നിന്നു. കുറച്ചു കഴിഞ്ഞപ്പോ മാഞ്ഞു പോയി. അപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞു, അത് മാഞ്ഞു പോയില്ലേ? മാഞ്ഞു പോകുന്നത് റബ്ബാൻ പറ്റൂലല്ലോ, അതുകൊണ്ട് അതെന്റെ റബ്ബല്ല. മനഃശാസ്ത്രപരമായി സമീപിക്കുകയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം. പക്ഷെ അവരുണ്ട് അംഗീകരിക്കുന്നു. അവർ പഴയപടി പോലെ തന്നെ അതൊന്നും അംഗീകരിക്കാനോ ചിന്തിക്കാനോ തയ്യാറായില്ല. പിന്നെ കുറച്ചു കഴിഞ്ഞപ്പോൾ ചന്ദ്രൻ ഉദിച്ചുയർന്നു. ആകെ നിലാവ് വരുന്നു. ചന്ദ്രൻ ആരാധിച്ചു വന്നിരുന്ന ആൾക്ക് സന്തോഷമായി. ചന്ദ്രന്റെ പേരിൽ നടക്കുന്ന ദേവാലയങ്ങൾ സജീവമായി. അപ്പോഴാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞു, ഇതാണ് എന്റെ റബ്ബ്. അപ്പൊ അത് കേട്ടപ്പോ ആളുകൾക്ക് വലിയ സന്തോഷം. ചന്ദ്രൻ ആരാധിക്കുന്ന ആളുകൾക്ക് വലിയ സന്തോഷമായി. ഞങ്ങളെ കൂടെ കൂടിയാലോ ഇബ്രാഹിം അലൈഹിസ്സലാം. ഇങ്ങനെ ഒരു ചെറുപ്പക്കാരനെ കൂടെ കിട്ടിയതിൽ അവർ വലിയ ആഹ്ലാദത്തിൽ. പക്ഷേ കുറച്ചു കഴിഞ്ഞിട്ട് ചന്ദ്രൻ അസ്തമിച്ചു. ഇബ്രാഹിം നബി അലൈഹി സ്വലാം പ്രഖ്യാപിച്ചു, അസ്തമിച്ചു പോകുന്ന റബ്ബാൻ കൊള്ളില്ല, അതുകൊണ്ട് അതിന്റെ റബ്ബല്ല. ചന്ദ്രന്റെ ആരാധകരെ ചിന്തിപ്പിക്കാൻ അദ്ദേഹം അത് പറഞ്ഞത്. പക്ഷേ അവരത് ചിന്തിക്കാൻ തയ്യാറായില്ല. അവർ അതേ പഴയ മാർഗത്തിൽ തന്നെ തുടർന്നു വന്നു. അങ്ങനെയാണ് നേരം വെളുക്കുന്നത്. സൂര്യൻ ഉദിച്ചു വരുന്നു. സൂര്യൻ ആരാധിക്കുന്ന ആളുകൾ സജീവമായി. സൂര്യന്റെ പേരിലുള്ള ആരാധനാലയങ്ങളിൽ ആളുകൾ തിങ്ങി നിറഞ്ഞ് ഭക്തന്മാരെത്തി. അപ്പോഴതാ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പ്രഖ്യാപിക്കുന്നു, ഇതാണ് എന്റെ റബ്ബ്. ഇത് വലുതാണല്ലോ, ഇത് വലിയതാണല്ലോ. ഇന്നലത്തെ നക്ഷത്രങ്ങളെ പോലെയോ അല്ലെങ്കിൽ പിന്നെ ചന്ദ്രനെ പോലെയോ ഒന്നല്ല, ഭയങ്കര അതിലേറെ വലിപ്പമുള്ളതാണ്. ഇതാണ് എന്റെ റബ്ബ്. ഇത് കേട്ടപ്പോ സൂര്യൻ ആരാധിക്കുന്ന ആളുകൾക്ക് വലിയ സന്തോഷമായി. അങ്ങനെ ആ പകൽ മുഴുവനും സൂര്യന്റെ ആധിപത്യം തുടരുകയാണ്. സൂര്യൻ അവിടെ ഉണ്ട് പകൽ മുഴുവൻ. വൈകുന്നേരമായപ്പോൾ സൂര്യൻ അപ്രത്യക്ഷമായി. അപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞു, സൂര്യൻ റബ്ബാവാൻ പറ്റൂല, കാരണം അതിനും അസ്തമയമുണ്ട്. സൂര്യൻ ആരാധിക്കുന്ന ആൾ ചിന്തിക്കട്ടെ എന്ന് കരുതി. പക്ഷെ അവർ ചിന്തിക്കാൻ തയ്യാറായില്ല. അവർ പഴയപടിയത്. ഇങ്ങനെ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും അള്ളാഹുവിന്റെ സൃഷ്ടികൾ മാത്രമാണ്. അള്ളാഹുവിന്റെ കൽപ്പനകൾക്കനുസരിച്ചാണ് അവർ നടക്കുന്നത്, ചലിക്കുന്നത് എന്ന സത്യം ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി നടത്തിയ ഒരു പരീക്ഷണം. ഫലം കണ്ടില്ല. അവർ പഴയ ശിർക്ക് തന്നെ തുടരുകയാണ് ചെയ്തത്.
ഇങ്ങനെ ഇവിടെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഈ ചന്ദ്രനും സൂര്യനുമൊക്കെ എന്റെ ഇലാഹാണ് എന്ന് പറയുന്നത് അത് കേവലം എതിർകക്ഷികളുടെ വാദം ഉദ്ധരിച്ചുകൊണ്ടാണ്. അവരെ മനസ്സിലാക്കാൻ വേണ്ടി അവരുടെ വാദം ഉദ്ധരിക്കുകയാണ്, അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ. പുതുതായി ഉണ്ടാവുകയും കുറച്ചു കഴിഞ്ഞ് അപ്രത്യക്ഷമാവുകയും ചെയ്യുന്നത് എങ്ങനെയാണ് ദൈവമാവുക എന്നൊരു ചിന്തോദ്ദീപകമായ യാഥാർത്ഥ്യത്തിലേക്കാണ് അവരുടെ ശ്രദ്ധ മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ക്ഷണിക്കുന്നത്. നമുക്ക് ആയത്തുകൾ നോക്കാം. 76-ാമത്തെ ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫലമ്മാ ജന്ന അലൈഹി الليل റആ കൗകബാ ഖാല ഹാദാ റബ്ബി ഫലമ്മാ അഫല ഖാല ലാ ഉഹിബ്ബുൽ ആഫിലീൻ. ഫലമ്മാ ജന്ന അലൈഹി الليل, അങ്ങനെ രാത്രിയായപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാം കണ്ടു കൗകബൻ, നക്ഷത്രം കണ്ടു, ഒരു നക്ഷത്രം കണ്ടു. ഖാല, അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഹാദാ റബ്ബി, ഇതെന്റെ രക്ഷിതാവാണ്. ഫലമ്മാ അഫല, ആ നക്ഷത്രം അസ്തമിച്ചപ്പോൾ, അത് മാഞ്ഞു പോയപ്പോൾ, ഖാല, മഹാനവറുകൾ പറഞ്ഞു, ലാ ഉഹിബ്ബു, ഞാൻ ഇഷ്ടപ്പെടുന്നില്ല, അൽ ആഫിലീൻ, മാഞ്ഞു പോകുന്നവയെ, മറഞ്ഞു പോകുന്നവയെ ഇലാഹാക്കി വെക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ഫലമ്മാ ജന്ന, ജന്നാലയിലും എന്ന് പറഞ്ഞാൽ രാത്രിയായപ്പോൾ എന്നർത്ഥം. ജന്ന എന്ന് പറഞ്ഞാല് തഗശാഹു അല്ലെ, വസത്തറഹു എന്നൊക്കെ അർത്ഥം. മറയ്ക്കുക, മൂടിയിടുക, ഇതിനൊക്കെയാണ് ജന്നാന്ന് ശരിക്കും പറയാം. അപ്പോ രാത്രി ഉണ്ടായിക്കഴിഞ്ഞാല് ഒരു ഇരുട്ടിന് പരക്കുമല്ലോ, ബാക്കിയുള്ള കാണാതെ നമുക്ക് ഒരു മൂടപ്പെട്ട പോലെ തോന്നുമല്ലോ, അങ്ങനെയാണ് ജന്നാന്ന് പ്രയോഗിച്ചത്. ജുനൂൻ എന്ന് പറഞ്ഞ ഭ്രാന്ത് ഈ ജന്നയിൽ നിന്ന് പോകുന്നതാണ്. ഭ്രാന്തുള്ള ആൾക്ക് സംഭവിക്കുന്ന ആളെ ബുദ്ധിക്ക് ഒരു മൂടൽ വരികയാണ്. ജുനൂൻ അല്ലെ, ഭ്രാന്ത്, ജന്ന മറച്ചു വെച്ച് എന്നർത്ഥത്തിൽ നിന്നാണ് പോകുന്നത്. അപ്പോ ഇതാണ് 76-ാമത്തെ ആയത്ത്. ഇനി നമ്മൾ 77-ാമത്തെ ആയത്തിലേക്ക് കടക്കുകയാണ്. ഫലമ്മാ റഅൽ ഖമർ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫലമ്മാ റഅൽ ഖമറ ബാസിഗൻ ഖാല ഹാദാ റബ്ബി ഫലമ്മാ അഫല ഖാല ലഇൻ ലം യഹ്ദിനി റബ്ബി ലഅകൂനന്ന മിനൽ ഖൗമിൽ ളാലിൻ. അങ്ങനെ ഫലമ്മാ റഅ, മഹാനവറുകൾ കണ്ടപ്പോ, അൽ ഖമറ, ചന്ദ്രനെ കണ്ടപ്പോ, ബാസിഗൻ, ഉദിച്ചതായി കണ്ടപ്പോ, ഖാല, മഹാനവറുകൾ പറഞ്ഞു, ഹാദാ റബ്ബി, ഇതാണ് എന്റെ റബ്ബ്. ഫലമ്മാ അഫല, അങ്ങനെ ആ ചന്ദ്രൻ മാഞ്ഞു പോയപ്പോ, ഖാല, മഹാനവറുകൾ പറഞ്ഞു, ലഇൻ ലം യഹ്ദിനി റബ്ബി, എന്റെ റബ്ബ് എനിക്ക് നേർമാർഗം കാണിച്ചു തന്നില്ലെങ്കിൽ, ലഅകൂനന്ന മിനൽ ഖൗമിൽ ളാലിൻ, ഞാൻ വഴിപിഴച്ചു പോയ കൗമിൽ, ദുർമാർഗത്തിലെ പോയ കൗമിൽ ഞാനും പെട്ടുപോയേനെ എന്ന് മഹാനവറുകൾ പറയുകയാണ്. വാചകൻ എന്ന് പറഞ്ഞാൽ ഉദിച്ചു കൊണ്ടപ്പോൾ എന്നർത്ഥം. 78-ാമത്തെ ആയത്ത് നോക്കൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫലമ്മാ റഅ അശ്-ശംസ ബാസിഗത്തൻ ഖാല ഹാദാ റബ്ബി ഹാദാ അക്ബർ ഫലമ്മാ അഫലത് ഖാല യാ ഖൗമി ഇന്നി ബരീഉം മിമ്മാ തുശ്രികൂൻ. സൂര്യൻ ഉദിച്ചു കണ്ടപ്പോൾ, ഫലമ്മാ റഅ അശ്-ശംസ, മഹാനവറുകൾ സൂര്യനെ കണ്ടപ്പോൾ, ബാസിഗത്തിന് ഉദിച്ചു വരുന്നതായി കണ്ടപ്പോ, ഖാല, മഹാനവറുകൾ പറഞ്ഞു, ഹാദാ റബ്ബി, ഇതെന്റെ റബ്ബാണ്, ഹാദാ അക്ബർ, ഇത് വലുതാണ് അല്ലെ. ഫലമ്മാ അഫലത്, അങ്ങനെ ആ സൂര്യനും അസ്തമിച്ചപ്പോ, ഖാല, മഹാനവറുകൾ പറഞ്ഞു, ഇന്നി ബരി, യാ ഖൗമി, എന്റെ ഖൗമേ, ഇന്നി ബരീഉൻ, ഞാൻ നിരപരാധിയാണ്, മിമ്മാ തുശ്രികൂൻ, നിങ്ങൾ ആരാധിക്കുന്നതിൽ നിന്ന്, ഞാൻ ഇന്ന് ഒഴിവാണ്, നിങ്ങൾ പങ്കു ചേർക്കുന്നതിൽ നിന്നൊക്കെ, നക്ഷത്രമാവട്ടെ, സൂര്യനാവട്ടെ, ചന്ദ്രനാവട്ടെ, ഞാൻ ഒഴിവാണ്, ഞാൻ അവയ്ക്കില്ല. ഇനി നമ്മൾ 79-ാമത്തെ ആയത്തിലേക്ക് കടക്കുകയാണ്. ഏതായാലും ഇങ്ങനെയൊക്കെ പറഞ്ഞതിന് ശേഷം ഇബ്രാഹിം നബി അലൈഹി സ്വലാം അവിടുത്തെ വിശ്വാസം ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് ഇനി ചെയ്യുന്നത്. ജനങ്ങളെ, നക്ഷത്രത്തെയും സൂര്യനെയും ചന്ദ്രനെയും ദൈവമാക്കുക വഴി നിങ്ങൾ ശിർക്കാണ് ചെയ്യുന്നത്, ആ ശിർക്കിൽ എനിക്ക് പങ്കില്ല, ഞാൻ അതിൽ നിന്ന് ഒഴിവാണ്, ഞാൻ സർവശക്തനായ അള്ളാഹുവിനെ ആരാധിക്കുന്നു, അവന് കീഴൊതുങ്ങി ജീവിക്കുന്നു, ഞാൻ മുസ്ലിമാണ്. അള്ളാഹുവിനനുസരിച്ച് ജീവിക്കാൻ ആ ധിക്കാരികളുടെ സമൂഹത്തെ മഹാനവറുകൾ വീണ്ടും ക്ഷണിക്കുകയാണ്. 79-ാമത്തെ ആയത്ത് നോക്കൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നി വജ്ജഹതു വജ്ഹിയ ലില്ലദീ ഫത്തറ അസ്സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമൻ വമാ അന മിനൽ മുശ്രിക്കീൻ. ഇന്നി, നിശ്ചയം ഞാൻ, വജ്ജഹതു, എന്റെ മുഖം തിരിച്ചിരിക്കുന്നു, വജ്ഹിയ, എന്റെ മുഖം ഞാൻ തിരിച്ചിരിക്കുന്നു, ലില്ലദീ ഫത്തറ അസ്സമാവാതി വൽ അർള, ആകാശഭൂമികൾ എന്ന പ്രപഞ്ചത്തെ പടച്ച അല്ലാഹുവിന് നേരെ, ഹനീഫൻ, നേരെ ചൊവ്വെ, ഒരു വളവുമില്ലാതെ നേരെ ചൊവ്വെ ഞാൻ തിരിച്ചിട്ടുണ്ട്, ഇർജുമാനസനായി, വമാ അന മിനൽ മുശ്രിക്കീൻ, ഞാൻ മുശ്രിക്കീങ്ങളിൽപ്പെട്ടവനല്ല. സത്യമാർഗത്തിലേക്ക് തിരിഞ്ഞവനാണ് ഹനീഫിന്, ഒരു ഡീവിയേഷനും ഇല്ലാതെ അള്ളാഹു പറഞ്ഞതെല്ലാം അപ്പടി അനുസരിക്കുന്ന ആളാണ് ഞാൻ.
അപ്പടി അനുസരിക്കുക. അള്ളാഹു പറഞ്ഞാൽ അതേപോലെ ഇസ്തിഖാമത്ത് എന്നതിനാ പറയാം, ശരിക്ക പറഞ്ഞതനുസരിച്ച് നിൽക്കുക. സൂറത്ത് ഹൂദിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഫസ്തഖിം കമാ ഉമിർത എന്നൊരു ആയത്തിന്റെ ഭാഗമുണ്ട്. നബിയെ, അങ്ങ് അള്ളാഹു പറഞ്ഞതുപോലെ അങ്ങ് ജീവിക്കുക, നിലകൊള്ളുക എന്നർത്ഥം. ഈ ഇസ്തിഖാമത്ത് കുറച്ച് മെനക്കെടുള്ള പണിയാണ്. അള്ളാഹു പറഞ്ഞതുപോലെ ജീവിക്കുക, കുറച്ച് മെനക്കെട് വേണ്ടേ? അപ്പോഴല്ലേ സ്വർഗം നമുക്ക് തരുന്നത്. എന്നപ്പോ ഈ ഇത്രയും വലിയ പ്രതിഫലം നമുക്ക് തരുന്നത്? കുറച്ചൊക്കെ മെനക്കെടേണ്ടേ? അള്ളാഹു പറഞ്ഞതുപോലെ ജീവിക്കാൻ കുറച്ച് മെനക്കെടുണ്ടാവും അല്ലേ? അതാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം വെട്ടി തുറന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഭാരമായി തോന്നിയ ആയത്താണ് നമ്മൾ ഇപ്പോൾ ഓതിയ 112-ാമത്തെ ആയത്ത് സൂറത്ത് ഹൂദിലെ ഫസ്തഖിം കമാ ഉമിർത എന്ന ഭാഗം. അന്നത്തെ കാലത്ത് ആളുകൾ 80 വയസ്സൊക്കെ ആകുമ്പോഴാണ് നിരക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ തന്നെ നിരച്ചു. അബൂബക്കർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്താ അപ്പൊ തന്നെ നിരച്ചല്ലോ? ശയ്യബത്നി ഹൂദുൻ വഅഖവാതുഹാ, ഹൂദും സഹോദരിമാരുമാണ്, ഹൂദും അതേപോലെയുള്ള ചില സൂറത്തുമാണ് എന്നെ നിരപ്പിച്ചത് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞത്. ആ സൂറത്ത് ഹൂദിലെ ഒരു ഭാഗമാണ് നമ്മൾ ഓതിയത്, ഫസ്തഖിം കമാ ഉമിർത. ഹൂദും അഖവാത്തും എന്ന് പറഞ്ഞാൽ സൂറത്തുൽ വാഖിയ, മുർസലാത്ത്, അമ്മ, തക്വീർ, ഈ സൂറകൾ. വേറെ അഭിപ്രായങ്ങളുണ്ട്. അപ്പോ അള്ളാഹു പറഞ്ഞതുപോലെ മാത്രം നടക്കുക, ഹനീഫൻ, അള്ളാഹുവിനെ മാത്രം നമ്മൾ തിരിയുക, ശരീരവും മനസ്സുമൊക്കെ റബ്ബിലേക്ക് തിരിക്കുക, മുഖം മാത്രം അള്ളാഹുവിലേക്ക് തിരിച്ചിട്ട് മനസ്സ് വേറെ എവിടെയെങ്കിലും തിരിക്കുക എന്ന നിസ്കാരത്തിൽ നമ്മൾ ചെയ്യുന്നത് പോലെ അങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് നിസ്കാരത്തിൽ നമ്മൾ തക്ബീർ കെട്ടി ഉടനെ തന്നെ നമ്മൾ ഈ വജ്ജഹത്ത് ഓതുന്നത്. വജ്ജഹത്ത് വജ്ഹിഹില്ലദി, ഡയറക്റ്റ് നമ്മൾ പറയാണ്. അള്ളാഹു കൂടെ പറഞ്ഞ ശേഷം നമ്മൾ വജ്ജഹത്തുമാണ്, ഇതാ എന്റെ മുഖം ഡയറക്റ്റായി കൃത്യമായി ഞാൻ അള്ളാഹുവിലേക്ക് തിരിച്ചിരിക്കുന്നു. അത് വാക്കുകൊണ്ട് നാവുകൊണ്ട് മാത്രം പറഞ്ഞാൽ പോരാ, മനസ്സും അങ്ങോട്ടാവണം. നമ്മുടെ മുഖവും മനസ്സും കൃത്യമായി റബ്ബിലേക്കായാൽ, വജ്ജഹത്ത് മനസ്സറിഞ്ഞ് അങ്ങോട്ട് ചൊല്ലിയാൽ പിന്നെ അവിടെ എന്താ പറയാ, ശ്രദ്ധ മാറൂല. എല്ലാം അള്ളാഹുവിന് വേണ്ടി. നിസ്കാരം എന്ന് മാത്രമല്ല, എല്ലാ കാര്യങ്ങളും ലി വജ്ഹില്ലാഹി, അള്ളാഹുവിനോട് മാത്രം. അതുകൊണ്ട് കാര്യം ഉണ്ടാവുള്ളൂ. ആളുകൾ കാണാൻ വേണ്ടി ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് കാര്യം ഉണ്ടാവില്ല. ആളുകൾ എന്തെങ്കിലും നമുക്ക് തരുമോ? അവരെ 2 വർത്താനം പറഞ്ഞു, പത്രത്തിൽ ഫോട്ടോ വന്നു, ടിവിയിൽ വാർത്ത വന്നു, അതുകൊണ്ട് പർസന്റെ എന്ത് കിട്ടാനാ? കാര്യമൊന്നുമില്ല. അള്ളാഹുവിന് വേണ്ടി ചെയ്തതാണെങ്കിൽ അള്ളാഹു നമുക്ക് പ്രതിഫലം തരും. നമ്മൾ ശ്രദ്ധിക്കുക ആവശ്യം. അള്ളാഹു തആല നമ്മെ സഹായിക്കട്ടെ. ആമീൻ. അള്ളാഹുവിന്റെ ഇടയ്ക്ക് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ആളുകൾ കാണാൻ വേണ്ടി ചെന്നിട്ട് ചെയ്ത അമലുകളുമായി ചൊല്ലുമ്പോൾ അതൊക്കെ അള്ളാഹു തആല പാറ്റിക്കളയുമെന്ന് സൂറത്തുൽ ഫുർഖാനിൽ പറഞ്ഞിട്ടുണ്ട്, 23-ാമത്തെ ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വഖദിംനാ ഇലാ മാ അമിലു മിൻ അമലിൻ ഫജഅൽനാഹു ഹബാഅൻ മൻസൂറാ. അല്ലേ? ഒരുപാട് റസൂലുള്ളാഹിന്റെ ഹദീസിലുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്റെ ഉമ്മത്തിൽപ്പെട്ട ചില ആളുകൾ പർവ്വതങ്ങൾ കണക്കെ വലിയ അമലുകളുമായി വരും, അള്ളാഹു തആല അതൊക്കെ അങ്ങോട്ട് പൊടിപൊടിയായി പാറ്റിക്കളയും. ആരാണ് ആ വിഭാഗം എന്ന് ചോദിച്ചു സഹാബത്ത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹുവിന്റെ ഹറാമുകൾ ലംഘിക്കുന്ന ആളുകൾ, അവസരം കിട്ടിയാൽ തെറ്റ് ചെയ്യുന്ന ആളുകൾ, തെറ്റുകൾ ചെയ്യാതിരിക്കുന്നത് ആളുകൾ കാണുമല്ലോ എന്ന് പേടിച്ച്. അപ്പൊ തരം കിട്ടിയാൽ തെറ്റ് ചെയ്യും, ആളുകൾ കാണുമെന്ന് പേടിച്ച് തെറ്റ് ചെയ്യൂല. തരം കിട്ടിയാൽ ആ ഹറാമ് ലംഘിക്കും. എന്തെങ്കിലും നല്ലത് ചെയ്യുകയാണെങ്കിൽ തന്നെ ആളുകൾ കാണട്ടെ എന്ന് വെച്ച് ചെയ്യും. അതൊക്കെ ഇതിന്റെ പരിധിയിൽ പെടുന്ന വിഷയങ്ങളാണ്. അതുകൊണ്ട് നമ്മൾ എല്ലാം ബിവജ്ഹില്ലാഹി ഹനീഫൻ, ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞതുപോലെ ഇങ്ങനെ നമ്മൾ ചെയ്യുന്നതൊക്കെ അള്ളാഹുവിന് വേണ്ടി മാത്രമാക്കിയാൽ എപ്പോഴും അള്ളാഹുവിന്റെ ചിന്ത മനസ്സിലുണ്ടാവും. ആ ചിന്ത നമ്മളെ തെറ്റുകളിൽ നിന്ന് തടുത്തു നിർത്തും. അല്ലേ? എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്യാൻ ഒരുങ്ങുമ്പോൾ നമുക്ക് അള്ളാഹ് എന്നുള്ള ചിന്ത ഓർമ്മ വരും, നമ്മളതിന് പിന്മാറും. അപ്പൊ ഈ ഒരു കാലത്തൊക്കെ, ഇത്രയും മോശമായ കാലത്ത്, തെറ്റുകളുടെ കൂലം കുത്തിയൊടുക്ക് നടക്കുന്ന ഈ കാലത്ത് പിടിച്ചു നിൽക്കാൻ ഇതൊക്കെ വഴിയുള്ളൂ. എല്ലാം അള്ളാഹുവിനോട് ആക്കുക എന്നത് മാത്രം. അള്ളാഹുവിനോട് നമ്മൾ മാറി നിൽക്കുക. ആളുകൾ കാണുമല്ലോ എന്ന് കരുതിയിട്ട് നമ്മൾ മാറി നിൽക്കേണ്ട. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ഹൃദയം ശുദ്ധമാകും. നമ്മുടെ ഹൃദയത്തിൽ അള്ളാഹുവിന്റെ വൈറ്റ് പോയിന്റ്സ്, വെള്ള പോയിന്റുകൾ ഇട്ടുതരും. തെറ്റുകൾ ചെയ്താൽ കറുത്ത പോയിന്റുകൾ വരുന്നത് പോലെ നന്മകൾ ചെയ്താൽ, അല്ലെങ്കിൽ ഹൃദയം ശുദ്ധമായാൽ വൈറ്റ് പോയിന്റുകളും വരും. അങ്ങനെ വൈറ്റ് പോയിന്റുകൾ വന്ന് ഹൃദയം ശുദ്ധമായാൽ എല്ലാത്തിനും ഒരു മാധുര്യം കിട്ടും. നമ്മുടെ മടിയെല്ലാം മാറും. ഖുർആൻ കേൾക്കുമ്പോൾ മനസ്സിളകും. ദുആ ചെയ്യുമ്പോൾ കരച്ചിൽ വരും. ഇബാദത്തുകൾക്ക് മാധുര്യം വരും. നിസ്കാരത്തിന് ഖുശൂഅ് വരും. നമ്മുടെ ജീവിതം ചിട്ടപ്പെടും. ഇതെല്ലാം അല്ലാഹുവിന് മാത്രം. അതാണ് വജ്ജഹത്തുൽ കൃത്യമായി പറയുന്നത്. വജ്ജഹത്തിന്റെ ആദ്യത്തെ ഭാഗം നമ്മൾ പഠിക്കുന്ന ആയത്തിലുണ്ടല്ലേ, 79-ാമത്തെ ആയത്തിൽ, ഇന്നി വജ്ജഹതു വജ്ഹിയ ലില്ലദീ ഫത്തറസ് സമാവാതി വൽ അർള ഹനീഫൻ മാ അന മിനൽ മുശ്രിക്കീൻ. വജ്ജഹത്തിന്റെ ബാക്കി ഭാഗം ചില വ്യത്യാസങ്ങളുണ്ട് അല്ല, എന്നാലും ഏകദേശം ഒരേ ഭാഗങ്ങൾ ഒരേപോലെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. വജ്ജഹത്തിന്റെ ബാക്കി ഭാഗം ഇതേ സൂറയുടെ അവസാനത്തെ ആയത്തിൽ വരുന്നുണ്ട്. 162-ാമത്തെയും 163-ാമത്തെയും ആയത്ത് ഇൻഷാ അല്ലാഹ് അവിടെ നമുക്ക് പഠിക്കാം. എന്താണ് ആ രണ്ടായത്തുകൾ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ ഇന്ന സ്വലാത്തി വ നുസുകി വ മഹ്യായ വ മമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ.
ലാ ശരീക ലഹു ബിദാലിക ഉമിർതു അന അവ്വലുൽ മുസ്ലിമീൻ. ഇതാണ് 162ഉം 163. ഏകദേശം വജ്ജ് തന്നെ അല്ലേ, ഒരുവിധം. ഇത് അങ്ങോട്ട് ശരിക്കും അർത്ഥം അറിഞ്ഞു ചൊല്ലിയാൽ പിന്നെ നിസ്കാരത്തെ ശ്രദ്ധ തെറ്റില്ല. എന്റെ മനസ്സ്, എന്റെ മുഖം ഞാൻ ഇതാ റബ്ബിന്റെ അടുത്തേക്ക് തിരിച്ചിരിക്കുന്നു. എല്ലാ പ്രപഞ്ചങ്ങളും പടച്ച മഹാനായ സർവശക്തനായ അള്ളാഹുവിന് മുമ്പിലേക്ക്. ആ അള്ളാഹുവിന് മുമ്പിലേക്ക് തിരിച്ചാൽ പിന്നെ വേറെ വിളിക്കാൻ ശ്രദ്ധ മാറിപ്പോവുക അല്ലെ? നമ്മളെല്ലാം അള്ളാഹുവിന്റെ അടിമകളാണ്. നമ്മൾ അടിമകളായ നമ്മൾ ചെയ്യുന്നതൊക്കെ ഉടമക്ക് വേണ്ടിയേ ആകാവൂ, വേറെ ആർക്കും വേണ്ടിയല്ല. അതാണ് ഹനീഫൻ എന്ന് പറഞ്ഞത്. വജ്ജഹത്ത് വജ്ജിഹ എന്ന് പറഞ്ഞതാണ്. എന്റെ മുഖം വേറെ ആർക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ അടിമകളാണ്. അടിമകളായ നമ്മുടെ മുഖം ഉടമയായ റബ്ബിനല്ലാതെ വേറെ ആർക്കാൻ നമ്മൾ തിരിക്കുക. ഇതെപ്പോഴും നമ്മൾ നമ്മുടെ മനസ്സിനെ ഓർമ്മപ്പെടുത്തണം. അപ്പൊ പിന്നെ റിയാ, വജുബ്, പിന്നെ കിബിർ, അഹന്ത, അഹംബ ഇതൊന്നും പിന്നെ വരില്ല. അതിന് ചാൻസ് ഉണ്ടാവില്ല. നമ്മൾ അള്ളാഹുവിന്റെ അടിമകളാണ്. സയ്യിദുൽ ഇസ്തിഗ്ഫാറൊക്കെ എപ്പോഴും പതിവാക്കണമെന്ന് പറയുന്നത് ഒരു ചിന്ത എപ്പോഴും മനസ്സിൽ നിലനിൽക്കാനാണ്. സയ്യിദുൽ ഇസ്തിഗ്ഫാറിന്റെ ആദ്യത്തെ ഭാഗത്ത് ആ വിഷയമുണ്ടല്ലോ, ഇല്ല, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആ ഹദീസിൽ എന്താണുള്ളത്? അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത, അല്ലേ? അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖ്തനി വഅന അബ്ദുക, ഞാൻ നിന്റെ അടിമയാണ് എന്ന് തുടങ്ങിയിട്ടാണ് സയ്യിദുൽ ഇസ്തിഗ്ഫാർ തുടങ്ങുന്നത്. നമുക്ക് ആ വിഷയം അറിയാമായിരിക്കും. ഒരു പകലിൽ ആ ഒരു ദുആ, ഒരു ഇസ്തിഗ്ഫാറോട് നേതാവ് എന്നാണ് ആ ദുആന്റെ പേര്. പകൽ സമയത്ത് ആ ദുആ നമ്മൾ മനസ്സറിഞ്ഞ് പറഞ്ഞാൽ ആ പകലിൽ മരണപ്പെട്ടാൽ സ്വർഗം ഉറപ്പാണ്. രാത്രി സമയങ്ങളിലാണ് അത് മനസ്സറിഞ്ഞ് പറഞ്ഞത് എങ്കിൽ ആ രാത്രി മരണപ്പെട്ടാൽ സ്വർഗം ഉറപ്പാണ്. അങ്ങനെയുള്ള ഒരു ദുആയാണ് സയ്യിദുൽ ഇസ്തിഗ്ഫാർ. അത് പഠിക്കണം, മനസ്സിലാക്കണം. എല്ലാ സമയവും രാവിലെയും വൈകിട്ടും പതിവാക്കുകയും വേണം. اللهم انت ربي لا اله الا انت خلقتني وانا عبدك وانا على عهدك ووعدك ما استطعت اعوذ بك من شر ما صنعت ابوء لك بنعمتك علي وابوء بذنبي فاغفر لي فانه لا يغفر الذنوب الا انت. ഇതാണ് ആ സയ്യിദുൽ ഇസ്തിഗ്ഫാർ. ഇതിലാണ് പിന്നെ അന അബ്ദുക എന്ന് കൃത്യമായി പറയുന്നത്. നമ്മുടെ അടിമയാണ്. നമ്മുടെ മനസ്സിനെ ബോധ്യപ്പെടുത്തുകയാണ് നമ്മൾ. അന അബ്ദുക. അള്ളാഹു നമുക്ക് ബോധം എപ്പോഴും തരട്ടെ. ആമീൻ. നമ്മൾ അടുത്ത ആയത്തിലേക്ക് കടക്കുവാൻ 80-81 ആയത്ത്. അപ്പൊ ഒരുപാട് കാലമായി വിശ്വസിച്ചു പോരുന്ന അന്ധവിശ്വാസങ്ങൾക്കെതിരെ ആരെങ്കിലും ആ ആളുകൾക്കിടയിൽ തെളിവുകൾ കൊണ്ടുവന്നാൽ അത് വിശ്വസിച്ചു പോരുന്ന അനുയായികൾ തൽക്കാലം ഉത്തരം മുട്ടി എന്ന് വരും. പക്ഷേ എന്നാലും അവരത് അങ്ങോട്ട് അംഗീകരിച്ചു കിട്ടൂല. അതിന് കുറച്ച് പ്രയാസമാണ്. അന്ധവിശ്വാസങ്ങൾ എതിർക്കുന്ന ആളുകൾ തെളിവൊക്കെ നിരത്തിയാലും ഒരു വേള അവർ ഉത്തരം മുട്ടി എന്ന് വരും. പക്ഷെ എന്നാലും അവരെന്ത് ചെയ്യൂല, പെട്ടെന്ന് അംഗീകരിക്കാൻ തയ്യാറാവില്ല. അവരുടെ മനസ്സിന് മാറൂല. എന്തെങ്കിലുമൊക്കെ മുടന്തൻ ന്യായങ്ങളോ അല്ലെങ്കിൽ തർക്കങ്ങളോ ഒക്കെ നടത്തിയിട്ട് അവരെങ്ങനെ പിടിച്ചു നിൽക്കും, ന്യായീകരിക്കും, ചിലപ്പോൾ ഭീഷണിപ്പെടുത്തും, ചിലപ്പോൾ കയ്യേറ്റം ചെയ്യും. ഇത് പറഞ്ഞ ആളുകളെ സാധാരണഗതിയിൽ ഇങ്ങനെയൊക്കെയാണ് ഉണ്ടാവാറ്. മഹാനായ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ കേസിലും ഇതേ അവസ്ഥയാണ് ഉണ്ടായത്. ആ ജനതയും ഇതേ രീതിയാണ് സ്വീകരിച്ചത്. അവരെ എങ്ങനെ നേരിട്ടെന്നറിയോ? മഹാനവർകളെ ആദ്യം ഭീഷണിപ്പെടുത്തുക ചെയ്ത്. സ്വന്തം ബിംബങ്ങളെ പേര് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. പണ്ട് മുതൽക്കേ ആരും ചോദ്യം ചെയ്യാതെ ഞങ്ങളെല്ലാവരും നിരാക്ഷേപം അംഗീകരിച്ചു വരുന്ന ഈ ദൈവങ്ങൾക്ക് ഇന്ന ഇന്ന മഹത്വങ്ങളൊക്കെ ഉണ്ട്, ശക്തികളുണ്ട്. ഈ ദൈവങ്ങൾക്കെതിരെ എങ്ങാനും നീ വിരൽ ചൂണ്ടിയാൽ ആ ദൈവങ്ങളുടെ ശാപം നിനക്ക് ലഭിക്കും, കോപം നിനക്ക് ലഭിക്കും, നീ നശിച്ചു പോകും. ഇങ്ങനെ കുറെ ന്യായങ്ങൾ, കുറെ ന്യായീകരണങ്ങൾ, ഭീഷണികൾ ആണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ നേരെ അവതരിപ്പിച്ചത്. അന്നുണ്ടായിരുന്ന നമ്രൂദ് രാജാവടക്കം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനോട് തട്ടുത്തരം പറഞ്ഞു നോക്കിയിട്ടുണ്ട്. ആളുകളെല്ലാം പല നിലക്കും തർക്കിച്ചിട്ടുണ്ട്. ഇലാഹുകളെ തള്ളിപ്പറഞ്ഞ ആപത്തുകൾ വരുമെന്ന് ഭീഷണിപ്പെടുത്തി നോക്കിയിട്ടുണ്ട്. ബിംബങ്ങളെ പറഞ്ഞാൽ ആപത്ത് വരുമെന്ന് അവിടെ ഗുരുത്തകേട് തട്ടും. ഒരു ഈച്ചയെപ്പോലും ആട്ടാൻ പറ്റാത്ത ഈ ബിംബങ്ങളുടെ ഗുരുത്തക്കേട് തട്ടുമെന്നാണ് അവർ പറയുന്നത്. പക്ഷേ സർവശക്തനായ അള്ളാഹുവിന്റെ ഗുരുത്തക്കേടോ അള്ളാഹുവിന്റെ ശിക്ഷയോ അള്ളാഹുവിന്റെ കോപമോ ഒന്നും ഇവർക്ക് പേടിയില്ല. ഈ പറഞ്ഞ ആളുകൾക്ക് നല്ല ചുട്ട മറുപടിയും കൊടുത്തിട്ടുണ്ട് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം. എന്താ പറഞ്ഞത്? നിങ്ങളുടെ ഭീഷണികൾക്കൊന്നും ഞാൻ വില കൊടുക്കുന്നില്ല. അള്ളാഹു മാത്രമാണ് രക്ഷിതാവും ആരാധ്യനും എന്നതിന് വ്യക്തമായ തെളിവുകൾ നിലവിലുണ്ട്. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ആ തൗഹീദ് ഉറച്ചു നിൽക്കാനുള്ള ഭാഗ്യവും മനക്കരുത്തും എന്റെ റബ്ബ് എനിക്ക് തന്നിട്ടുണ്ട്. അവൻ ഉദ്ദേശിച്ചാൽ വല്ലതും സംഭവിക്കും എന്നല്ലാതെ നിങ്ങളുടെ ഈ ദൈവങ്ങളുടെ ഭാഗത്തു നിന്ന് വല്ല ആപത്തും നാശവും കോപവും സംഭവിച്ചേക്കും എന്ന ഭയം എനിക്കില്ല. നോക്കൂ 80-ാമത്തെ ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഹാജ്ജഹു ഖൗമു ഖാല തുഹാജ്ജൂനി ഫില്ലാഹി വഖദ് ഹദാൻ
ولا أخاف ما تشركون به إلا أن يشاء ربي شيئا وسع ربي كل شيء علما أفلا تتذكرون وحاجه قومه ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ തർക്കിച്ചു ഖൗമുഹു അവരുടെ സമുദായം. ഹാജ്ജ എന്ന് പറഞ്ഞാൽ തർക്കം നടത്തി അല്ലെങ്കിൽ തർക്കം നടത്തി എന്നർത്ഥം. വഹാജഹു ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം തർക്കിച്ചു ഖൗമുഹു അവരുടെ സമുദായം. ഖാല അപ്പൊ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ചോദിച്ചു അതുഹാജൂനി നിങ്ങൾ എന്നോട് തർക്കിക്കുകയാണോ ഫില്ലാഹി അള്ളാഹുവിന്റെ കാര്യത്തിലാണ് നിങ്ങൾ എന്നോട് തർക്കിക്കുന്നത്, അള്ളാഹുവിന്റെ ഏകത്വത്തിന്റെ വിഷയത്തിലാണോ നിങ്ങൾ എന്നോട് തർക്കിക്കാൻ വരുന്നത്? വഖദ് ഹദാൻ നിശ്ചയം അവൻ എന്നെ ആ സന്മാർഗത്തിലേക്ക് ചേർത്തിട്ടുണ്ട്, എനിക്ക് ഹിദായത്ത് തന്ന ആ റബ്ബിന്റെ തൗഹീദിനെ കുറിച്ചാണോ നിങ്ങൾ എന്നോട് തർക്കിക്കാൻ വരുന്നത്? പിന്നെ നിങ്ങൾ എന്നെ ഭീഷണിപ്പെടുത്തുകയാണോ? വലാ ഖാഫു എനിക്ക് പേടിയില്ല, ഞാൻ പേടിക്കുന്നില്ല. മാ തുശ്രികുന ബിഹി നിങ്ങൾ പങ്കു ചേർത്ത് ആരാധിക്കുന്ന ബിംബങ്ങളൊന്നും എനിക്ക് പേടിയില്ല. ഇല്ലാ അൻ യശാ അല്ലാഹ് എന്റെ രക്ഷിതാവായ അള്ളാഹു ഉദ്ദേശിച്ചതല്ലാതെ എനിക്കൊന്നും സംഭവിക്കൂല. നിങ്ങളെ ബിംബങ്ങളെ മാത്രം ഒന്നും എനിക്ക് വരില്ല. ഇല്ലാ അൻ യശാ ഇല്ലാ അൻ യശാ റബ്ബി ഇല്ലാ അൻ യശാ റബ്ബി ഷൈഅ എന്റെ റബ്ബ് എന്തെങ്കിലും ഉദ്ദേശിച്ചാൽ അത് സംഭവിക്കുമെന്നല്ലാതെ നിങ്ങളെ ബിംബങ്ങളെ പേടിക്കേണ്ട കാര്യം എനിക്കില്ല. വസിഅ റബ്ബി കുല്ല ഷൈഇൻ ഇൽമാ എന്റെ റബ്ബ് എല്ലാ വസ്തുക്കളെ കുറിച്ചും വിശാലമായ അറിവുള്ളവനാണ്, വളരെ വിശാലമായി അറിയുന്നതാണ് എന്റെ റബ്ബ്. വസിഅ റബ്ബി കുല്ല ഷൈഇൻ ഇൽമാ എല്ലാ വസ്തുക്കളെ കുറിച്ചും എന്റെ രക്ഷിതാവിന് പരിപൂർണ ജ്ഞാനമുണ്ട്. അഫലാ തതദക്കറൂൻ നിങ്ങളതൊന്നും ചിന്തിക്കുന്നില്ലേ? അടുത്ത ആയത്ത് കൂടെ നോക്ക്, 81-ാമത്തെ ആയത്ത്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ തുടർന്ന് പറയുകയാണ്, യാതൊരു ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ കഴിയാത്ത കരിങ്കൽ പ്രതിമകളെ ഭയപ്പെടേണ്ട ആവശ്യമെന്ത്? അള്ളാഹു ഉദ്ദേശിക്കുമ്പോൾ അല്ലാതെ എനിക്കൊരാപത്തും വരൂല, അതുകൊണ്ട് എനിക്കൊരു പേടിയില്ല. നേരെ മറിച്ച് നിങ്ങളാണ് പേടിക്കേണ്ടത്. ആ പോയിന്റാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പറയുന്നത്. നിങ്ങളാണ് പേടിക്കേണ്ടത്. എന്താ കാരണം? യാതൊരു തെളിവും ന്യായവുമില്ലാതെ നിങ്ങൾ ഈ കണ്ടവയൊക്കെ ദൈവങ്ങളാക്കി വെച്ചു എന്ന കാരണത്തിന് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്ന ശിക്ഷകളെ പേടിക്കേണ്ടത് നിങ്ങളാണ്. നിങ്ങൾക്കല്ല ശിക്ഷ വരിക, ഒരു ന്യായം തെളിവില്ലാതെ ബിംബങ്ങൾ ആരാധിച്ചതിന്. ആ പേടിയൊട്ട് നിങ്ങൾക്കില്ലതാനും. അള്ളാഹു ആണെങ്കിൽ സർവ്വകാര്യങ്ങളും ശരിക്കറിയുന്നവനാണ്. ആ പേടിയപ്പം നിങ്ങൾക്കില്ല. അള്ളതൊക്കെ അറിയുന്നതിന് പേടി നിങ്ങൾക്കില്ല. അപ്പൊ ഒരു പേടിയുമില്ലാതെ മനസ്സമാധാനത്തോടെ ഇരിക്കാൻ എനിക്കാണോ കഴിയുക, അതോ നിങ്ങൾക്കാണോ കഴിയുക? മനസ്സമാധാനത്തോടെ ഇരിക്കാൻ ശിക്ഷയോ കോപമോ ഒന്നും പേടിക്കാതെ സമാധാനത്തോടെ ജീവിക്കാൻ അവകാശപ്പെട്ട ആൾ നിങ്ങളാണോ ഞങ്ങളാണോ ഞാനാണോ? ഞാൻ തന്നെ. കാരണം എനിക്കൊരു പേടിയില്ലാതെ ഇരിക്കാൻ കഴിയും. ഞാൻ അള്ളാഹ് പറഞ്ഞനുസരിച്ചാണ് നടക്കുന്നത്. നിങ്ങൾ അള്ളാഹു പറയാത്ത, അള്ളാഹുവിന് ദേഷ്യമുള്ള ആരെ അള്ളാഹു ചെയ്യരുതെന്ന് പറഞ്ഞ് ശിർക്ക് ചെയ്തിട്ടാണ് നിങ്ങൾ ജീവിക്കുന്നത്. അപ്പൊ നിങ്ങൾക്കല്ല ശിക്ഷ വരാം. നിങ്ങൾ എന്നെ പറഞ്ഞ് പേടിപ്പെടുത്താണോ? ഇതാണ് ചോദ്യം. ആയത്ത് നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വകൈഫ അഖാഫു മാ അശ്റക്തും വലാ തഖാഫൂന അന്നകും അശ്റക്തും ബില്ലാഹി മാ ലം യുനസ്സിൽ ബിഹി അലൈക്കും സുൽത്താന ഫഅയ്യുൽ ഫരീഖൈനി അഹഖു ബിൽ അംനി ഇൻ കുൻതും തഅലമൂൻ. വകൈഫ അഖാഫു എങ്ങനെയാണ് ഞാൻ പേടിക്കുക? എന്തിനാണ് ഞാൻ പേടിക്കുന്നത്? മാ അശ്റക്തും നിങ്ങൾ ശിർക്കുന്ന ബിംബങ്ങളെ, നിങ്ങൾ പങ്കുകാരാക്കി ആരാധിക്കുന്ന ആ ബിംബങ്ങളെ ഞാൻ എങ്ങനെയാണ് പേടിക്കുന്നത്? ഞാൻ എന്തിനാണ് പേടിക്കുന്നത്? നിങ്ങളവസ്ഥ എന്താ? വലാ തഖാഫുന നിങ്ങളോട്ട് പേടിക്കണമില്ല. അന്നക്കും നിശ്ചയം നിങ്ങൾ അശ്റക്തും ബില്ലാഹി അള്ളാഹുമായി പങ്കു ചേർത്തിട്ടുണ്ട്. മാ ലം യുനസ്സിൽ ബിഹി അലൈക്കും സുൽത്താന യാതൊരു തെളിവും അള്ളാഹു അവതരിപ്പിച്ചു തരാത്ത ചില വസ്തുക്കളെ. മാലം യുനസ്സിൽ ബിഹി അലൈക്കും സുൽത്താൻ എന്ന് പറഞ്ഞ തെളിവ്. യാതൊരു തെളിവും പ്രമാണവും റബ്ബ് അവതരിപ്പിച്ചു തരാത്ത ചില വസ്തുക്കളെ നിങ്ങൾ അള്ളാഹുമായി പങ്കു ചേർത്തിരിക്കുന്നു. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് പേടിയില്ല. പിന്നെ ഞാൻ നിങ്ങൾ പങ്കു ചേർത്ത് ആരാധിക്കുന്ന നിങ്ങൾ പേടിക്കേണ്ട കാര്യം നിങ്ങളല്ലേ പേടിക്കേണ്ടത്? ഒരു തെളിവില്ലാതെ നിങ്ങളത് ആരാധിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്കത് പേടിയില്ല, എന്നിട്ട് ഞാൻ പേടിക്കണം എന്നാ? എന്നെ എനിക്ക് കിട്ടൂലാന്ന്. ഫഅയ്യുൽ ഫരീഖൈനി അഹഖു ബിൽ അംനി ഇൻ കുൻതും തഅലമൂൻ. ഫഅയ്യുൽ ഫരീഖൈനി അപ്പൊ ഏതു കക്ഷി, രണ്ട് കക്ഷികളിൽപ്പെട്ട ആർക്കാണ്? ഫരീഖ് എന്ന് പറഞ്ഞാൽ ടീം, കക്ഷി, വിഭാഗം. ഞാൻ നിങ്ങൾ ഈ രണ്ട് ഫരീഖ്, ഈ രണ്ട് കക്ഷികളിൽപ്പെട്ട ആരാണ് അഹഖു ബിൽ അംനി നിർഭയരായിരിക്കാൻ ഏറ്റവും അവകാശപ്പെട്ടവർ എന്ന് നിങ്ങൾ പറയും? ഞാനാണോ നിങ്ങളാണോ? നിർഭയരായി ഒരു പേടിയില്ലാതെ സമാധാനത്തോടെ ജീവിക്കാൻ അവകാശപ്പെട്ടവർ, അർഹതപ്പെട്ടവർ, അഹക്കായവർ ആരാണ്? ലൗ ഇൻ കുൻതും തഅലമൂൻ നിങ്ങൾ വിവരമുള്ളവരാണെങ്കിൽ ഇതൊന്ന് ആലോചിച്ച് നോക്കൂ. ലൗ കുൻതും തഅലമൂൻ നിങ്ങൾ വിവരമുള്ള ആൾക്കാരാണെങ്കിൽ ഇതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഞാനെ പേടിക്കണ്ട, നിങ്ങളെ പേടിക്കേണ്ട, എനിക്ക് പേടിയില്ല. നല്ല ചുട്ട മറുപടികളാണ് കൊടുക്കുന്നത് അല്ലേ?
ഇത്രയും കടുത്ത പാതകമായ ശിർക്ക് ചെയ്തതിന് സാക്ഷാൽ അള്ളാഹുവിനെ ശിക്ഷയെ പേടിക്കാതെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഭീഷണിപ്പെടുത്തുകയാണ് ആ കൗമ്. ബിംബങ്ങളുടെ ശാപം മേൽക്കും നശിച്ചു പോകുമെന്നൊക്കെ പറഞ്ഞിട്ട്, ആ ബിംബങ്ങളെ പേടിക്കേണ്ട ഒരു കാര്യം എനിക്കില്ല, അതിനെന്നെ കിട്ടൂല. നിങ്ങളാണ് പേടിക്കേണ്ടത്. സമാധാനമായി ജീവിക്കാൻ കഴിയാത്തത് നിങ്ങൾക്കാണ്, എനിക്കല്ല. പേടിക്കേണ്ടത് അള്ളാഹുവിനെ മാത്രം എന്നാണ് ഇവിടെ നിന്ന് നമ്മൾ പ്രത്യേകം പഠിച്ചെടുക്കേണ്ടത്. വേറുള്ളവർക്ക് പേടിച്ച് പ്രത്യേകിച്ച് കാര്യമില്ല. അള്ളാഹുവിന് മാത്രം നമ്മൾ പേടിക്കുക. അള്ളാഹുവിനെ നമ്മൾ ശരിയായ വിധത്തിൽ പേടിച്ച് ജീവിച്ചാൽ മറ്റുള്ളതെല്ലാം നമ്മളെ പേടിക്കുന്നുണ്ട്. വേറെ ഒന്നിനെ നമുക്ക് പേടിക്കേണ്ടി വരില്ല. മൻ ഖാഫല്ലാഹ തആല ഖാഫഹു കുല്ലു ശൈഇൻ വമൻ ഖാഫ ഗൈറല്ലാഹി ഖവ്വഫഹു അല്ലാഹു മിൻ കുല്ലി ശൈഇൻ. അള്ളാഹുവിനെ ആരെങ്കിലും പേടിച്ചാൽ അവനെ എല്ലാം പേടിക്കും. അള്ളാഹു അല്ലാത്തവരാരെങ്കിലും പേടിച്ചാലോ അള്ളാഹു പിന്നെ അവനക്ക് കാണുന്നതൊക്കെ പേടിയായി കാണിച്ചു, പിന്നെ അവനക്ക് എല്ലാറ്റിനും പേടിയായി കാണിക്കും. അള്ളാഹുവിന് മാത്രം ശരിയായിട്ട്. ഇന്നിപ്പോ അങ്ങനെയല്ല. ഇന്ന് പടച്ചോനെ എല്ലാ ആൾക്കാർക്ക് പേടി, പടപ്പുകളെയോ പല കാര്യങ്ങളിലും പടപ്പുകളെയോ അല്ലെങ്കിൽ മറ്റെന്തിനൊക്കെയോ ആണ് മനുഷ്യന്മാർക്ക് പേടി, അല്ലേ? പല കാര്യങ്ങളും അങ്ങനെ നമുക്ക് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമുക്ക് അങ്ങനെയല്ല മനസ്സിലാക്കാൻ കഴിയുന്നത്. വേണ്ട, അള്ളാഹുവിന് മാത്രം പേടി. അള്ളാഹിന് മുമ്പിൽ നമ്മൾ പിന്നെന്താണ് പറയാ, ബാക്കിയുള്ള ആളുകളെ പേടിക്കേണ്ട കാര്യമില്ല. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ഈമാൻ പൂർത്തിയാവും. നമ്മളെ അമലുകൾ ശരിക്കും ചെയ്യാൻ കഴിയും. അപ്പോഴാണ് അള്ളാഹുവിനുള്ള ശരിക്കും ബോധം അപ്പോഴാണ് ഉണ്ടാവുക. അപ്പൊ അള്ളാഹു തആല നമ്മളെ കൽബിൽ നമ്മളെ കുറിച്ച് മറ്റുള്ളവർക്കൊക്കെ പേടിക്കും. ഒരു ഹൈബത്തും മക്കാറും ഒക്കെ ഉണ്ടാവും. പേടി എന്ന് പറഞ്ഞാൽ ആ ഒരു കനകാംബീരം. ശരിയായി അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കുന്നവർ അള്ളാഹു തൗഫീഖ് തരട്ടെ. ആമീൻ. ഇത്രയുമാണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് ദുആ ചെയ്ത് പിരിയാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى ال سيدنا محمد. اللهم إنا نسألك من صالحا شرك ربه. പരിപൂർണമായി നിന്നെ അനുസരിച്ച് നിന്നെ പേടിച്ച് ജീവിക്കുന്ന മുത്തഖീകളിൽ നിന്ന് ചേർക്കണം. ഞങ്ങളുടെ ക്ലാസുകളും എല്ലാം കബൂലാക്കണേ അല്ലാഹ്. നിയ്യത്ത് നന്നാക്കണം. ദീനിനും ഇൽമിനും ഖുർആനിനും ഖിദ്മത്തുകൾ അവസരം നൽകണേ അല്ലാഹ്. ദീർഘായുസ്സും ആഫിയത്തും എല്ലാം നമുക്ക് തൗഫീഖ് നൽകണേ തമ്പുരാനെ. നീ ഞങ്ങളെ കബൂലാക്കാൻ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് കൊടുക്കാൻ പറ്റണം. ഒരുപാട് തെറ്റ് ചെയ്ത ആളുകളാണ് ഞങ്ങൾ. പൂർത്തിയാക്കണം തമ്പുരാനെ. ആഖിബത്ത് നന്നാക്കണേ അല്ലാഹ്. ദുആ കൊണ്ട് വസിയത്ത് ഒരുപാട് പേരുടെ എല്ലാവർക്കും സമാധാനം, റാഹത്തും സന്തോഷം നൽകണം റബ്ബേ. രോഗികൾക്ക് ശിഫ നൽകണം തമ്പുരാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمات. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما ولا تجعل اللهم فينا ولا منا ولا معنا شقيا ولا مطلوبا ولا محروما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على سيدنا محمد وعلى آله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. ولا دعاتنا وقل اللهم لك الخير لا تقيس. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. والسلام عليكم ورحمة الله وبركاته.